ഹലോ ഗായ്സ്, അങ്ങനെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഗോവയിലെ പാർട്ട് 2 വീഡിയോ ആണ്. എൻ്റെ ഫസ്റ്റ് വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് ഗോവയിൽ വന്നിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഇനി ഉള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത്, ഇവിടെ അടുത്തൊരു ബീച്ചുണ്ട്. ബീച്ചിൻ്റെ പേര് എനിക്കറിയത്തില്ല, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ആ ബീച്ചിൽ പോകണം. അത് കഴിഞ്ഞിട്ട് ക്രൂയിസ് ഷിപ്പിലൊരു യാത്രയും കാര്യങ്ങളൊക്കെയാണ്. അത് ഈവനിങ് ആണ്, ഏകദേശം ഒരു 6:30ക്കുള്ള ബസ്സിനാണ് അങ്ങോട്ട് പോകുന്നത്. ഇവിടെ നിന്ന് ബസ്സിൽ പോകണം. അപ്പോൾ അത് 6:30ക്കുള്ള ബസ്സിൽ നമ്മൾ പോകും. അപ്പോൾ ഗായ്സ്, നമ്മളങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ പോകുന്ന ബീച്ച് ബാഗ ബീച്ചാട്ടോ. ഞാൻ നേരത്തെ പേര് പറഞ്ഞില്ല, ബാഗ ബീച്ചാണ്. അമ്മയും ചേച്ചിയും വരുന്നതേ ഉള്ളൂ. അച്ഛൻ നേരത്തെ താഴോട്ടിറങ്ങി, ഞാൻ മാത്രമേ ഉള്ളൂ. പോവാം. അപ്പോൾ എന്തായാലും അതിൻ്റെ ഇടയ്ക്ക് വീഡിയോസൊക്കെ എടുക്കാമല്ലേ, നോക്കാം. എന്തായാലും അങ്ങോട്ട് എത്ര കുറച്ച് നടക്കണമുണ്ടോ, അപ്പോൾ അങ്ങോട്ടേക്ക് എത്തണം. അങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി നടക്കുവാണ്. അമ്മയും ചേച്ചിയും അച്ഛൻ്റെ ഫ്രണ്ടിൽ നിന്ന് പോകുന്നു. സത്യം പറഞ്ഞ ഒരു എല്ലാവരും പോയിട്ടാ, നമ്മൾ മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് എത്ര ദൂരമുണ്ട് ബീച്ചിലോട്ട്? 100 മീറ്റർ. ഇപ്പം എത്തും. എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. ഇന്നെന്തായാലും ബീച്ചിൽ പോകുമെന്ന് തോന്നുന്നില്ല. ഇവിടെ ഒരാൾ മീനിനെ മീൻ ഇയാളെ കൊത്തിക്കൊണ്ടിരിക്കും. കുറെ നേരമായി. ഈ ഇടയ്ക്ക് എങ്ങാനും തീരുവോളൂ? മീൻ ഇപ്പം ഈ ഇടയ്ക്കൊന്ന് നോക്കുമ്പോൾ അത് കാര്യം പോവാ. ബീച്ചിൽ പോവാന്ന് പറഞ്ഞ് വിളിച്ചിറക്കി കൊണ്ടുവന്നിട്ട് ഇവിടെ സ്വന്തമായിട്ട് മീനും കുത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇനി ക്രൂയിസ് ഷിപ്പിലൊരു യാത്രയുണ്ട്. മിക്കവാറും ഇന്നിനി ബീച്ചിൽ പോക്ക് നടക്കും തോന്നുന്നില്ല. പോവുകയാണെങ്കിൽ അതിൻ്റെ ഷോട്ട് ഞാൻ എടുക്കാം, ഇല്ലെങ്കിൽ എന്തായാലും കാണത്തില്ല. ഓക്കെ, അപ്പോൾ ഓക്കെ. ഫൈനലി ബീച്ചിലെത്തിയിരിക്കുന്നു. ഈ ഫ്രണ്ടേ പോകുന്നത് ആരാന്നല്ലേ? എൻ്റെ അച്ഛനാണ്, വേറെ ആരുമല്ല കേട്ടോ. പ്രത്യേകിച്ച് ഇവിടെ അങ്ങനെ വലിയ പ്രത്യേകതയൊന്നും ഇല്ല ബാഗ ബീച്ചിന്. ഇവിടെ എന്തോ ഒരു സംഭവം പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ എന്തുണ്ടാ എന്തോ ഒരു സംഭവം. ഓക്കെ, അപ്പോൾ ഗോവയിൽ ഇവിടെ സീസൺ ആവാൻ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയൊക്കെയോ സംഭവങ്ങളാണ് ഈ നടക്കുന്നത്, അറിയത്തില്ല. ആൻഡ് മുടിഞ്ഞ വെയിലാട്ടാ. ക്യാമറയിൽ എങ്ങനെ കാണണ്ടെന്നറിയില്ല, പക്ഷെ നേരിട്ട് ഭയങ്കര വെയിലാണ്. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ കാണാനായിട്ടൊന്നുമില്ല. നമ്മൾ നോർമലി ഉള്ള കടൽ പോലെ തന്നെയാണ്. ഭയങ്കര ചൂട്. അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നില്ലെങ്കിലും നാളെ ഈവനിങ്, അതായത് ഒരു 6 o'clock ഒക്കെ ആകുമ്പോൾ നമ്മൾ നാളെ നൈറ്റ് ഫുൾ ഇവിടെ തന്നെയാണ് ബാഗ ബീച്ചിൽ. അപ്പോൾ ആ ഒരു വീഡിയോയിൽ എല്ലാം നമുക്കിവിടെ മൊത്തം ഒന്ന് കറങ്ങി നടന്ന് നമുക്ക് എല്ലാം നോക്കാം. ഓക്കെ, ഇപ്പം എന്തായാലും നമുക്ക് ക്രൂയിസിൽ അങ്ങോട്ട് പോകണം. അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകിച്ച് ഇപ്പം അങ്ങനെ ഒന്നുമില്ല. നൈറ്റ് ആയാലേ നല്ലൊരു വൈബൊക്കെ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ അങ്ങനെ അധികം എടുക്കണ്ട, ഇവിടുത്തെ അങ്ങനെ അധികം എടുക്കണ്ടെന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി ക്രൂയിസിൽ കയറിയിട്ടില്ല, പോകുന്ന കാര്യം. ഇവിടെ നിന്ന് ഇനി എന്തായാലും 10 മിനിറ്റ് കൂടെ നിന്നിട്ട് നേരെ റൂമിലോട്ട് പോകുന്നു. ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവുന്നു, നേരെ ബീച്ചല്ല ക്രൂയിസ് ഷിപ്പിലേക്ക് നമ്മൾ പോകുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. മുടിഞ്ഞ വെയിൽ. ഗൈസ്, നമ്മൾ ഏകദേശം 6:30ക്ക് ഇറങ്ങുമെന്നാണ് പറഞ്ഞത്. പക്ഷേ വണ്ടി ലേറ്റാട്ടാ, 7:15 പറഞ്ഞു. അപ്പോൾ താമസിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ക്രൂയിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 8 മണിക്കാണ്. അപ്പോൾ 7:15 വണ്ടി വന്നിട്ട് പിന്നെ 12 കിലോമീറ്റർ ഉണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് 12 കിലോമീറ്റർ പോയിട്ട് വേണം ക്രൂയിസിൽ കയറാനായിട്ട്. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. വണ്ടി 7:15 പറഞ്ഞത്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല കേട്ടോ താമസിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി വണ്ടി വന്നിട്ട് കാണാം ഗൈസ്. ഇനി ഇവിടെ ഫോട്ടോഷൂട്ടെന്ന് പറഞ്ഞ് കുറേ നേരം കൊണ്ട് പിടിച്ച് നിർത്തി. എനിക്കാണെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യണം. വീഡിയോ ഞാൻ 5 മണിക്ക് ഇട്ടതാണ്. ഇപ്പോൾ സമയം 6:56. ഇതുവരെ വീഡിയോ അപ്ലോഡ് ആയിട്ടില്ല. നെറ്റ് ഭയങ്കര സ്ലോ ആണ്. പക്ഷേ ഇവിടുത്തെ വൈഫൈ ഒക്കെ യൂസ് ചെയ്തിട്ടാണെങ്കിൽ അത്യാവശ്യം സ്പീഡുണ്ട്. ഞാൻ എൻ്റെ ഫോണിൻ്റെ ഡാറ്റ കാണിച്ചപ്പോൾ അതിൽ ഏകദേശം 4-5 മണിക്കൂറാണ് കാണിച്ച വീഡിയോ. പക്ഷേ വൈഫൈ കണക്ട് ചെയ്തിട്ടപ്പോൾ ഇപ്പോൾ ഇനി ഒരു 10 മിനിറ്റും കൂടെ വേണമെന്നാണ് പറയുന്നത് അപ്ലോഡ് ആവാൻ.
അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് വണ്ടിയിൽ കയറിയിട്ട് അങ്ങനെ ബസ്സിൽ കയറിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. കണ്ട അപ്പോൾ ഏകദേശം ഒരു 12-14 കിലോമീറ്റർ അടുപ്പിച്ച് ഏതാണ്ട് ഉണ്ട്. നേരത്തെ 1200, ഇപ്പോൾ 1400, കൃത്യമായിട്ട് അറിയത്തില്ല. ഓക്കെ, എന്തായാലും ഇരുട്ടാണ്, കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. സോ ഓക്കെ, അവിടെ എത്തിയിട്ട് കാണാം. അതായിരിക്കും ഗായ്സ്. നമ്മൾ ഏകദേശം ക്രൂയിസ് ഷിപ്പിൻ്റെ അടുത്തെത്തി. പക്ഷേ അതുവരെ വണ്ടി പോകത്തില്ല. കൊണ്ടുപോകും. അപ്പോൾ അതുവരെ വണ്ടി പോകത്തില്ല. അപ്പോൾ നടന്ന് പോകണമെന്ന് പറഞ്ഞു. നമ്മളിവിടെ റോഡിൽ ഇറക്കിയിട്ട് ആ ചേട്ടൻ കൂടെ നമ്മളോട് വരാട്ടാ. അപ്പോൾ ഇനി അതുവരെ നടക്കണമെങ്കിൽ അത് വഴിക്ക് കയറണം. വഴി ഞാൻ കാണിച്ചു തരാം. ഇത് മാളാണ് കേട്ടോ. മാളിൻ്റെ അകത്തൂടെ, അതായത് പാർക്കിംഗ് ഏരിയയിലൂടെ പോകണം. ഇത് ഇനി കുറച്ചു ദൂരം കാണും എന്തായാലും. ഓ ഗൈസ്, എന്നെ പോയിട്ട് പറയുന്നു നമ്മളോടൊന്നും ടീം വേണ്ട. എന്താണ് അഭിപ്രായം? അതെ, സത്യം കണ്ടിട്ട് കൊള്ളാൻ തോന്നുന്നു. ഇനി അകത്ത് കയറണ്ടേ? എടി ഈ ഷിപ്പല്ലേ ടച്ച്? ഞാൻ നേരത്തെ കാണിച്ച അതല്ല. അപ്പൊ വേറെ ദേ കിടക്കുന്ന ആ ഒരു ബോട്ടാണ് നമുക്കുള്ളത്, ആ ഒരു ഷിപ്പ്. എങ്ങോട്ട് വേണം? എന്നെ കൊണ്ടുപോടേ. ആ, എന്നെ കൊണ്ടുപോകും കുരിപ്പ്. ആ, അപ്പോൾ ഗൈസ് സംഭവം ഇതാട്ടാ. അയ്യോ, എനിക്ക് ഗ്രൂപ്പ് ലീഡർ വന്നാലേ വിടും. അപ്പോൾ ഗൈസ് ബോട്ടിൻ്റെ അകത്ത് കയറിയിട്ട് കാണാം, അതാണ് നല്ലത്. ഇവിടെ നമ്മളെ തടഞ്ഞു ഗൈസ്. അപ്പോൾ ബോട്ടിൽ കയറി. അപ്പോൾ നമ്മളങ്ങനെ ഇത് ബോട്ടല്ല കേട്ടോ, ഇതിൻ്റെ അകത്തൂടെ മറ്റൊരു ബോട്ടിൽ കയറണം. അതാണ് സംഭവം. നൈസ്. ഓക്കെ നൈസ്, നൈസ് സെറ്റപ്പ് ആട്ടാ. ഫുഡ് കഴിക്കാൻ, ഫുഡൊക്കെ ഇവിടെയാ. ഇനി അവിടെ നിന്ന് ഉള്ളിലോട്ട് പോകണമെന്ന് തോന്നുന്നു. പോട്ടെ നൈസായിട്ട് ഗൈസ്. ഇവിടെ ഒരുപാട് സംഭവമുണ്ട്. ബിയറൊക്കെ ഉണ്ട്. ലക്ഷറി ഷിപ്പാണ്. അപ്പോൾ ഇത് അങ്ങോട്ടൊക്കെയുള്ള വൈബ് കണ്ട നൈസാണ്. നമ്മളെ ടീമുകളെല്ലാം അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഡാൻസൊക്കെ കളിക്കാം. പിന്നെ ഇനി ഉള്ളിലോട്ട് പോകണം. ഇതൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ്. ഇവിടെ ഉണ്ട്. ലുക്ക് വിട്ടൊരു കളിയില്ലാന്ന്. ഓ മൈ ഗോഡ്. അയ്യോ, ഇനി നിങ്ങൾ ഇവിടെ ആൾക്കാരുണ്ട് കേട്ടാ. ഇനി മാറും. ഓക്കെ, ഫാൻ്റെ മൂട്ടിൽ പിന്നെ ഇവിടെ വന്ന് കയറിയപ്പോൾ തന്നെ നമുക്ക് ഇതെന്താണെന്ന് അറിയത്തില്ല. ഒരു കപ്പ് സിറപ്പിൻ. ആ, പറഞ്ഞ ഫുഡിനെ കുറിച്ച് പരിചയപ്പെടുത്തും. പറ ഇതാണെന്ന് എനിക്ക് ഗൈസ്. ഇത് ഏകദേശം ഒരു കപ്പ് സിറപ്പ് പോലത്തെ ഒരു സംഭവം ഉണ്ടാ. അതിനായിരിക്കാനാണ് ചാൻസ്. പിന്നെ എന്തൊക്കെയൊക്കെയോ കുറച്ച് സംഭവങ്ങളുണ്ട്. എന്തായാലും ഇതൊന്ന് കഴിച്ചിട്ട് കാണാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് കഴിച്ചിട്ട് കാണാം. ഗൈസ് സൗണ്ട് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് പോരല്ലേ. നമ്മൾ ആദ്യം കഴിച്ച ഒരു സംഭവം ഉണ്ടല്ലോ, അത് കിടിലായിരുന്നു. പക്ഷേ രണ്ടാമത് നമ്മൾ കഴിച്ചപ്പോഴാണ് മനസ്സിലായത് അത്ര പോരാ. എന്നാൽ ഇനിയും ഫുഡുകൾ വരും, നമുക്ക് അതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. ടെസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയത്തില്ലേ? ആ, പറയാം. പിന്നെ നമ്മളോടുള്ള ചെറുക്കനാണ്. അപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ എടുക്കും ഷിപ്പ്
മുമ്പ് സത്യം പറഞ്ഞാൽ എടുക്കും. അപ്പോൾ ഇത് ഈ ഒരു പരിപാടി കഴിയാനായിട്ട് ഒരു 12 മണിയാവും. അപ്പോൾ നമ്മൾ ഈ ഒരു പരിപാടി കഴിയുമ്പോൾ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യും. കാരണം വീഡിയോ ലെങ്ത് ആവും. കൂടുതൽ ലെങ്ത് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഒരുപാട് ബോറായി പോകും. സോ അതുകൊണ്ട് വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യും. നാളത്തെ പരിപാടി നമ്മൾ നാളെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതുവരെ തുടങ്ങിയിട്ടില്ല ഇവിടെ പരിപാടി ഒന്നും. ഫുഡൊക്കെ ഇങ്ങനെ കൊടുക്കുന്നതേ ഉള്ളൂ. തുടങ്ങിയിട്ട് കാണാം. ഗൈസ് കൂപ്പൺ കിട്ടി. കൂപ്പൺ കൊടുത്താലേ ഫുഡ് കിട്ടത്തുള്ളൂ. അൺലിമിറ്റഡ് ഒന്നും അല്ല ഗൈസ് ഫുഡ്. അങ്ങനെ ഒരു സീനുണ്ട് ഗൈസ്. എന്തായാലും എന്തെങ്കിലും ഒന്ന് വാങ്ങണം. ഓക്കെ, എന്തായാലും ഗൈസ് ഇവിടെ ഓരോ സംസ്ഥാനത്തൊന്നും വന്ന ആൾക്കാരെ വിളിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ, everyone please stand up. Not for the national anthem. Come on everyone stand up. Come on quick. കപ്പിൾ ഡാൻസ് ആണ് ഇവിടെ നടക്കുന്നത്. അയ്യോ ഗൈസ്, കപ്പിൾ ഡാൻസ്. ഓ മൈ ഗോഡ്, കപ്പിളായിട്ട് വന്നവർക്ക് ഡാൻസ് ചെയ്യാം. സിംഗിൾ ഡാൻസ് ഒക്കെ വെക്കണം, ഒന്നല്ലേ സീനായിട്ടുണ്ട്. സിംഗിൾ ഡാൻസ് ഇവിടെ ഒരാൾക്ക് പെണ്ണില്ല. യൂട്യൂബിൽ ആരെങ്കിലും കണ്ടിട്ട് ഈ നല്ലവരായ ഉണ്ണിക്കുട്ടിനെ സ്വീകരിക്കേണ്ടതാണ്. നാളെ വരും ചേട്ടാ. ഇദ്ദേഹത്തെ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇദ്ദേഹത്തെ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യുക. കാരണം പെണ്ണില്ല ഗൈസ്. അവിടെ കപ്പിൾ ഡാൻസ് കളിക്കുന്ന കണ്ടിട്ട് ഇവിടെ ഞാനും ഗൈസ് അവിടെ ഭയങ്കര സീനാണ്. ഓക്കെ, അവിടെ വീഡിയോ പിടിക്കാനൊക്കെ ആൾക്കാരുണ്ട്. എനിക്കോ സിംഗിൾ ഡാൻസ് വേണം, എന്നാലും നമുക്ക് പവറാൻ പറ്റും അല്ലേ? അതാണ് ഇവിടുത്തെ പവറാണ്. ഇടി പോയിരിക്കുന്നു. ഇവിടെ സംഭവം ഡാൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 10:30-ക്കാണ് ഫുഡ്, 10:06 ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മളോട് വന്നവരാണ്. അറിയാലോ, നേരത്തെ പെണ്ണില്ലാത്തതിന്റെ രോദന അറിയിച്ച വ്യക്തി. താല്പര്യമുള്ളവർ കമന്റ് ഇടും. ഓക്കെ,
ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. താഴത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി നേരെ ഫുഡ് കഴിക്കുക, അതാണ് പരിപാടി. എന്താണ് ഫുഡൊന്നും അറിയില്ല. വ്ളോഗ്. അപ്പോൾ ഫുഡ് എടുത്തിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയുണ്ടെന്നൊന്ന് കഴിക്കാൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഊക്ക് അത് കൊള്ളാം. അപ്പോൾ എന്തായാലും ഫുഡ് നമ്മളെടുത്തിട്ട്, ഇത് പായസമാണെന്ന് തോന്നുന്നു, അറിയത്തില്ല. ബട്ടർ ചിക്കനുണ്ട്, പിന്നെ സലാഡ്, ഇത് ദാല്, ചോറ്, സലാഡ്. ഇതെന്തുവാടാ? പനീർ ബട്ടർ മസാല. ഇത്ര സാധനങ്ങളാണുള്ളത്. അപ്പോൾ കഴിച്ചതിന് ശേഷം ഫുഡ് എങ്ങനെ ഉണ്ടായതെന്ന് പറയാം. അങ്ങനെ നമ്മുടെ ക്രൂയിസ് യാത്ര ഇന്നിവിടെ അവസാനിക്കുകയാണ്. ഇനി നേരെ നമ്മൾ വണ്ടിയിലാണ്, നേരെ റൂമിലോട്ട് പോകുന്നു. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഫുഡ് കഴിച്ചു, ഫുഡ് കിട്ടില്ല, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ചപ്പാത്തിയും പായസവും കൂടെ ഉണ്ടായിരുന്നു, ഞാൻ പറയാൻ വിട്ടുപോയി. എന്തായാലും ഫുഡ് കിടിലാണ്. നേരത്തെ കിട്ടിയ ഫുഡ് മാത്രമായിരുന്നു ഇച്ചിരി അത്ര അങ്ങോട്ട് പോരെ, ബാക്കിയെല്ലാം കിട്ടുന്ന ഫുഡാണ്. പിന്നെ അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയും പാർട്ട് 3 ഒക്കെ വരാനുണ്ട്, ഒരുപാട് വീഡിയോസ് ഇനിയുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.